നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ നേരത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ കണ്ണിലോട്ട് തന്നെ നോക്കി നിൽക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ കണ്ണുകൾ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കാറുണ്ടോ? ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ ശക്തി കുറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഒരു കണ്ണിനൊരു പവറുണ്ട്. ഈ പവർ കുറഞ്ഞതാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കുറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. വളരെ ഫലവത്തായ ഒരു ട്രെയിനിങ് ആണ്. ഇതിന് വളരെ ലളിതമായ ഒരു മാർഗ്ഗമാണ്. നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന നിങ്ങൾക്ക് കുറച്ച് സർക്കിൾസ് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഒരു പോയിൻ്റ് ചെയ്യുക. അത് കണ്ണിന് ലംബമായിട്ട് നിൽക്കാൻ നേരത്തെ കണ്ണിന് ലംബമായിട്ട് ഭിത്തിയിൽ അല്ലെങ്കിൽ ഭിത്തിയിൽ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ വരച്ചിടാം. എന്നിട്ട് ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 5 മിനിറ്റ്സ് അതിൽ തന്നെ നോക്കുക. ആ പോയിന്റിൽ മാത്രം നോക്കുക. കുറച്ച് നാളത് കഴിയുമ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് ചെയ്ത് വരാൻ നേരത്ത് നിങ്ങൾക്ക് ഈ സർക്കിൾസ് കാണാൻ പറ്റാതാകും. സ്വാഭാവികമായിട്ടും ചുറ്റിനും വരച്ചിരിക്കുന്ന സർക്കിൾസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാതാകും. നിങ്ങൾക്ക് ആ പോയിൻ്റ് മാത്രമായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ പവർ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണുകളിൽ കുറേ നേരം നോക്കി നിൽക്കാനുള്ള ഒരു ശേഷി ലഭിക്കും. നിങ്ങൾ അറിയാതെ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കണ്ണുകൾക്ക് ഒരു ശക്തി ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു കാന്തിക ശക്തി ലഭിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂവിനും മറ്റ് കാര്യങ്ങൾക്കെല്ലാം പോകുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ ലവേഴ്സ് ആണെങ്കിലും അവരുടെയൊക്കെ കണ്ണുകളിൽ നോക്കി നിൽക്കാനായിട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാന്തിക ശക്തി ലഭിക്കുന്നത് മൂലം മറ്റുള്ളവർ നിങ്ങളുടെ കണ്ണുകളിൽ തന്നെ നോക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കാൻ ഭയമുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണുകൾ പിൻവലിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ട്രെയിനിങ് ഒന്ന് ചെയ്തു നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം.